because you of all people deeply understand that the fight the Congress Party and the UDF are fighting today is a fight for the Constitution and for the soul of India. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ആഴത്തിൽ മനസ്സിലാകുന്നുണ്ട്, കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ന് നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വേണ്ടി, ഈ രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നു. It is a fight for equality of every single Indian citizen. ഈ രാജ്യത്തെ ഓരോ ഇന്ത്യൻ പൗരന്റെയും തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. It is a fight to strengthen the institutions that keep our constitution strong, that keep our democracy alive. നമ്മുടെ ജനാധിപത്യത്തെ ജീവസുറ്റതായി നിലനിർത്തുന്ന, നമ്മുടെ ഭരണഘടനയെ ശക്തമായി നിലനിർത്തുന്ന സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ഒരു പോരാട്ടമാണത്. It is a fight of truth against lies. നുണകൾക്കെതിരെ സത്യത്തിന്റെ പോരാട്ടമാണത്. Unity against divisiveness. വിഭാഗീയതയ്ക്കെതിരെ ഐക്യത്തിന്റെ പോരാട്ടമാണത്. Equality of opportunity against those who believe that all opportunity should be only given to a select few. കുറച്ചാളുകൾക്ക് മാത്രം ഈ രാജ്യത്തെ എല്ലാ അവസരങ്ങളും നൽകണമെന്ന് വിശ്വസിക്കുന്നവർക്കെതിരെ മനുഷ്യർക്ക് അവസരങ്ങൾക്ക് സമത്വം ഉണ്ടാകണം എന്ന് വിശ്വസിക്കുന്ന പോരാട്ടമാണിത്. And in this fight, my brothers and sisters of Wayanad, you have never faltered. ഈ യുദ്ധത്തിൽ, ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല. എന്റെ വയനാട്ടിലെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ പിഴവ് പറ്റിയിട്ടില്ല. You have stood up again and again for what is right. നിങ്ങൾ വീണ്ടും വീണ്ടും ഏതാണോ ശരിയായിട്ടുള്ളത് അതിനു വേണ്ടി നിലനിന്നിട്ടുള്ളവരാണ് ഇവിടുത്തെ ജനങ്ങളായ നിങ്ങൾ. You have raised your voice again and again for the truth. സത്യത്തിനു വേണ്ടി വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. And I am proud, I am honored to be your representative in parliament. നിങ്ങളുടെ ജനപ്രതിനിധിയായി ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കാൻ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ആദരവായി അതിനെ കണക്കാക്കുന്നു. There could be no greater honor for a person than to see the smiles on your faces. നിങ്ങളുടെ മുഖങ്ങളിലെ പുഞ്ചിരി കാണുന്നതിലപ്പുറം ഒരു വലിയ ആദരം ഒരു വ്യക്തിക്ക് കിട്ടാനില്ല എന്ന് ഞാൻ പറയുന്നു. No greater honor than to stand here and to feel loved by so many. ഇവിടെ നിന്ന് ഇത്രയും മനുഷ്യരാൽ സ്നേഹിക്കപ്പെടുക എന്നതിലുപരി ഒരു വലിയ ആദരം ഒരു മനുഷ്യന് കിട്ടാനില്ല. I don't even know if I deserve it. എനിക്കറിയില്ല, ഞാനത് അർഹിക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയില്ല. But I know one thing, that I am going to prove to you in the next 5 years how hard a person can work for their constituency, for the people they represent. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളോട് തെളിയിച്ചു തരാൻ പോവുകയാണ് ഒരു വ്യക്തിക്ക് ആ പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എത്രമാത്രം കഠിനാധ്വാനം ചെയ്യാൻ പറ്റുമെന്ന്. I know that I am going to work hard to understand your dreams and your hopes. എനിക്കറിയാം നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ കഠിനമായി പ്രയത്നിക്കാൻ പോവുകയാണെന്ന് എനിക്കറിയാം. To raise your voice in parliament and every other platform. നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിലും എല്ലാ വേദികളിലും ഉയർത്തുന്നതിന് വേണ്ടി ഞാൻ പോവുകയാണ്. And because of the love you are giving me, because of the strength that you have given me, I will never falter. I will never stand back from telling the truth and fighting for the truth. നിങ്ങൾ എനിക്ക് നൽകിയ പിന്തുണ മൂലം, നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം മൂലം ഞാൻ ഒരിക്കലും എന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കില്ല. എനിക്ക് ഒരിക്കലും സത്യം പറയുന്നതിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവുകയില്ല. എനിക്ക് ഒരിക്കലും പിഴവ് പറ്റുകയില്ല. അതിൽ We begin this journey today together. ഇന്ന് ഈ യാത്ര നമ്മൾ ഒരുമിച്ച് തുടങ്ങുകയാണ്. It is a journey filled with love from both sides, yours and mine. ഈ യാത്ര എന്ന് പറയുന്നത് രണ്ട് വശത്തു നിന്നും, നിങ്ങളുടെ വശത്തു നിന്നും എൻ്റെ വശത്തു നിന്നും സ്നേഹം കൊണ്ട് നിറഞ്ഞൊരു യാത്രയാണിത്. A journey of understanding. മനസ്സിലാക്കലിന്റെ ഒരു യാത്രയാണ്. And a journey in which I hope to be able to fight for and provide for a better future for you. ആ യാത്രയിൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഭാവിക്ക് വേണ്ടി പോരാടാനും നിങ്ങൾക്കത് നൽകുവാനുമുള്ള ഒരു യാത്രയുടെ പോരാട്ടത്തിന്റെ യാത്രയാണിത്. Over the period of the election campaign, I started to understand the issues that you face. ഇലക്ഷൻ പ്രചരണ, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഞാൻ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. I met my tribal brothers and sisters, I met farmers, I met people who own small businesses, shopkeepers.
ഞാനിവിടെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരെ കണ്ടു, കർഷകരെ കണ്ടു, അതുപോലെ ചെറുകിട കച്ചവടക്കാരെയും എല്ലാം ഞാൻ ആ പ്രചരണ സമയത്ത് കാണുകയുണ്ടായി. Children from schools and colleges. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു. Lots of children who love soccer. അതുമാത്രമല്ല, ഒരുപാട് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടു. But this is just the beginning. I want to come to your homes. I want to meet as many of you as possible. I want to reach out to as many of you as possible. And I want to walk along this journey along with you, holding your hand, you showing me the way, and me doing whatever it is that you expect of me to be able to give you, to be able to fulfill your dreams and your hopes. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വരണം, നിങ്ങൾ പറയുന്നത് കേൾക്കണം, നിങ്ങളിൽ നിന്ന് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളുടെ യാത്രയിൽ മുൻപോട്ട് പോയി നിങ്ങൾ എനിക്ക് വഴികാട്ടി തന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് പരിഹരിക്കാൻ ഞാനൊക്കെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആ യാത്രയിൽ മുൻപോട്ട് പോകണം. So thank you once again for all the love you are giving me. I hope that in the next 5 years you will also realize that I love you just as much. ഒരിക്കൽ കൂടി നിങ്ങൾ നൽകുന്ന ഒരുപാട് സ്നേഹത്തിന് ഞാൻ വീണ്ടും നിങ്ങളോട് നന്ദി പറയാണ്. ഞാൻ പ്രതീക്ഷിക്കുകയാണ് അടുത്ത 5 വർഷത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. Thank you very, very much. I love you very much. Yes. Your panchayat has given the biggest lead to me in the election. വളരെയധികം നന്ദി. നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. നിങ്ങളുടെ പഞ്ചായത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഏറ്റവും വലിയ ഭൂരിപക്ഷം ലീഡ് നൽകിയത്. And I am very, very grateful to you for this. Thank you. Jai Hind. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.